അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് 6ാം ക്ലാസ്സിലെ മസായിലുൽ ഫിഖ്ഹിലെ 3ാമത്തെ പാഠമാണ് നാം പരിശോധിക്കുന്നത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ആരാണ് ഇന്ന് നോമ്പനുഷ്ഠിച്ചിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഞാൻ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് ഇന്ന് ജനാസയെ അനുഗമിച്ചത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞാൻ അനുഗമിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് ഇന്ന് പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞാൻ നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് ഇന്ന് രോഗിയെ സന്ദർശിച്ചത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയം ഈ കാര്യങ്ങളെല്ലാം മേളിച്ചവർ സ്വർഗത്തിൽ പ്രവേശിക്കും. മൂത്താപ്പയുടെ വീട്ടിലേക്ക് ഉസ്താദുമാരൊന്നിച്ച് പോകുമ്പോൾ ഖാലിദ് ഈ സംഭവം ഓർത്തു. മൂത്താപ്പ കരയുകയാണ്. ഉസ്താദ് അടുത്തു ചെന്നിരുന്നു. മൂത്താപ്പ വേദന സഹിക്കാൻ കഴിയുന്നില്ല, പെട്ടെന്ന് മരിച്ചാൽ മതിയായിരുന്നു. ഉസ്താദ് അങ്ങനെ പറയരുത്, മരണത്തെ കൊതിക്കാൻ പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി എന്ന് പ്രാർത്ഥിച്ചോളൂ. ഉസ്താദ് ഉപദേശിച്ചു. നിങ്ങൾ ക്ഷമിക്കൂ, രോഗം അല്ലാഹു തആല നൽകുന്നതാണ്. ക്ഷമിച്ചാൽ അളവറ്റ പ്രതിഫലമാണ് നിങ്ങൾ ധാരാളം ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അല്ലാഹു തആല നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. അസ്സലാമു അലൈക്കും. ഉസ്താദ് യാത്ര പറഞ്ഞിറങ്ങി. വൈകുന്നേരമായപ്പോഴേക്ക് മൂത്താപ്പയുടെ രോഗം കലശലായി. മൂസ ഹാജി അദ്ദേഹത്തെ ഖിബിലക്ക് തിരിച്ചു കിടത്തി. എല്ലാവരോടും യാസീൻ ഓതാൻ നിർദ്ദേശിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂത്താപ്പയുടെ ചുണ്ടുകൾ അനങ്ങിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്വാസം നിലച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ചുറ്റും കൂടിയവർ പറഞ്ഞു, ബിസ്മില്ലാഹി വ അലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലി മൂസ ഹാജി മയ്യത്തിൻ്റെ 2 കണ്ണുകളും അടച്ചു. ഒരു ശീല കൊണ്ട് താടിയുടെ താഴ്ഭാഗത്തിലൂടെ മൂർധാവിലേക്ക് കെട്ടിവെച്ചു. ധരിച്ച വസ്ത്രം മാറ്റി നേരിയ തുണി കൊണ്ട് മയ്യത്തിനെ പുതപ്പിച്ചു. അവയവങ്ങളെല്ലാം മടക്കി നിവർത്തി മയപ്പെടുത്തി. നിങ്ങൾ മരണത്തെ ഓർക്കുന്നത് വർദ്ധിപ്പിക്കുക. ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാനും മാന്യനുമായ വ്യക്തി മരണത്തെ കൂടുതൽ ഓർക്കുന്നവനാണ്. ഖാലിദിന് ഹദീസ് ഓർമ്മയിൽ വന്നു. എല്ലാവരും സൂറത്ത് യാസീൻ പാരായണം ചെയ്തു. പ്രാർത്ഥന നടത്തി. ഖാസിം ഹാജി മരണപ്പെട്ടിരിക്കുന്നു. ജനാസ നിസ്കാരം വൈകുന്നേരം 5 മണിക്ക് നടക്കും. മസ്ജിദിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്. എല്ലാ അനുഭൂതികളും അവസാനിപ്പിക്കുന്ന മരണത്തെ സ്മരിക്കൽ നിങ്ങൾ വർദ്ധിപ്പിക്കുക. ഇനി നമുക്കതിൻ്റെ ദഫ്തർ നമുക്ക് നോക്കാം. അദ്ദർസു സാലിസ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. നുബയ്യിനു വ്യക്തമാക്കുക. 1. മരിച്ച ആൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ വഴിക്കുവഴി എഴുതുക. 2 കണ്ണുകളും അടച്ചു. ഒരു ശീല കൊണ്ട് താടിയുടെ താഴ്ഭാഗത്തിലൂടെ മൂർധാവിലേക്ക് കെട്ടിവെച്ചു. ധരിച്ച വസ്ത്രം മാറ്റി നേരിയ തുണി കൊണ്ട് മയ്യത്തിനെ പുതപ്പിച്ചു. അവയവങ്ങളെല്ലാം മടക്കി നിവർത്തി മയപ്പെടുത്തി. 2. ഉസ്താദ് ഖാലിദിൻ്റെ മൂത്താപ്പയോട് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? ഉത്തരം: നിങ്ങൾ ക്ഷമിക്കൂ, രോഗം അല്ലാഹു തആല നൽകുന്നതാണ്. ക്ഷമിച്ചാൽ അളവറ്റ പ്രതിഫലമാണ് നിങ്ങൾ ധാരാളം ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അല്ലാഹു തആല നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. ഇനി 3. നക്തുബു എഴുതുക. അതേപോലെ എഴുതുക. അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി. അതേപോലെ എഴുതുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ബിസ്മില്ലാഹി വ അലാ മില്ലത്തി റസൂലില്ലാഹി. അതൊക്കെ അവിടെ എഴുതി കൊടുക്കുക. അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്. ഇനി നക്തുബുൽ മഅന അർത്ഥം എഴുതുക. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തീർച്ചയായും നാം അള്ളാഹുവിനുള്ളതാണ്, അവനിലേക്ക് തന്നെ നാം മടങ്ങുന്നതാണ്. അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്. എല്ലാ അനുഭൂതികളും അവസാനിപ്പിക്കുന്ന മരണത്തെ സ്മരിക്കൽ നിങ്ങൾ വർദ്ധിപ്പിക്കുക. 3. അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി. അല്ലാഹുവേ, എനിക്ക് ജീവിതം ഖൈറാകുന്ന കാലത്തോളം എന്നെ നീ ജീവിപ്പിക്കണമേ. മരണം ഖൈറാകുന്ന സമയത്ത് എന്നെ നീ മരിപ്പിക്കണമേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.